ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരുവചന പുലരി എന്ന ധ്യാന ചിന്തയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം ഇത് ശ്രവിക്കുന്നതിലൂടെ ദൈവവചനം കേൾക്കുകയും അതിലൂടെ നമ്മുടെ ആത്മീയ ഉണർവ് ഉണ്ടാകുന്നതിനും ഇത് കാരണമായിട്ട് തീരട്ടെ. ജനുവരി മാസം 5-ാം തീയതി രാവിലെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹീതമായൊരു പ്രഭാതം ദൈവം നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തെ ആധാരമാക്കി ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. ആദാമിൻ്റെ വംശപാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. കയീനും ഹാബേലുമാണ് ആദാമിൽ ജനിച്ച ആദ്യ മക്കൾ. അത് കഴിഞ്ഞ് ആദാമിന് ഒരുപക്ഷെ 100 കണക്കിന് മക്കൾ ജനിച്ചു എന്നാണ് വിചാരിക്കുന്നത്. 100 കണക്കിന് മക്കൾ ജനിച്ചു. കാരണം അവരെ വളരെ വർഷങ്ങൾ ജീവിച്ചല്ലോ. ഏതാണ്ട് 930 വർഷങ്ങൾ അവർ ജീവിച്ചിരുന്നു, ആദം ജീവിച്ചിരുന്നു. അതുകൊണ്ട് ധാരാളം മക്കൾ ജനിച്ചു കാണും അവർക്ക്. എന്നാലും അവരുടെ വംശപാരമ്പര്യം ആരംഭിക്കുന്നത് കയീനും ഹാബേലിനെയും കൊണ്ടാണ്. പക്ഷേ ദൈവവചനം രേഖപ്പെടുത്തുമ്പോൾ കയീനെ കൊണ്ടല്ല രേഖപ്പെടുത്തുന്നത്, പിന്നെ സേത്തിനെ കൊണ്ടാണ്. ഹാബേൽ നല്ലവനായിരുന്നു, അവൻ കൊല്ലപ്പെട്ടു. എന്നാൽ അതിനുശേഷം കയീൻ കൊന്ന മകന് പകരം എനിക്ക് ദൈവം ഒരു മകനെ തന്നു എന്ന് പറഞ്ഞ് പേരിട്ടത് ശേത്തിനാണ്. ആ ശേത്തിനെ കൊണ്ടാണ് പിന്നെ വംശാവലി തുടങ്ങുന്നത്. അതൊരു നല്ല കാര്യമാണല്ലോ. ഞാൻ വിചാരിക്കുന്നു ഒരു കയീനെ കൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ വംശാവലി തുടങ്ങാതെ ദൈവാത്മാവ് ഒരു വിശ്വാസിയായ ശേത്തിനെ കൊണ്ട് തുടങ്ങി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പലപ്പോഴും നമ്മുടെ വംശാവലിയിലൊക്കെ നമുക്ക് പറയാൻ നാണക്കേടുള്ള ആളുകളാണ് വരുന്നത് എന്നുള്ളത് സങ്കടകരമായിരിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ശേത്തിനെ പോലെയുള്ള വ്യക്തികളെ കൊണ്ട് നമ്മുടെ പാരമ്പര്യം ആരംഭിക്കുവാനായിട്ട് തുടങ്ങിയെങ്കിൽ എത്ര നല്ലതാണ്. ഈ 5-ാമത്തെ അധ്യായം മുഴുവനും മരണമണിയാണ് കേൾക്കുന്നത്. മരണമണി, പള്ളികളൊക്കെ മരണമണി അടിക്കും. അതുപോലെ ബൈബിളിലെ മരണമണിയുടെ അധ്യായമാണ് ഈ 5-ാമത്തെ അധ്യായം. എന്നാൽ ആ മരണമണിയുടെ ഇടയിലും നമുക്ക് വിജയത്തിൻ്റെ മണിമുഴക്കവും കേൾക്കുവാനായിട്ട് കഴിയും. കാരണം മരിക്കാതെ സ്വർഗത്തിലേക്ക് പോയ ഒരു ഹാനോക്ക് ഇതിനിടയിൽ വരുന്നുണ്ട്. എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞ് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഹാനോക്കിൻ്റെ വിജയത്തിന് കാരണം ലളിതവും എന്നാൽ അതേസമയം തന്നെ ഗഹനവുമാണ്. എന്താണ് ലളിതം എന്ന് പറഞ്ഞാൽ? ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. വളരെ ലളിതമായൊരു പ്രസ്താവനയാണ്. എന്നാൽ ലളിതമാണോ ദൈവത്തോട് നടക്കുക എന്ന് പറയുന്നത്? അല്ല, വളരെ ഗഹനമായിരിക്കുന്നൊരു കാര്യമാണ്. ഒരു സന്യാസിയായിട്ടൊന്നുമല്ല ഹാനോക്ക് ജീവിച്ചത്. ഹാനോക്കിനെക്കുറിച്ച് പറഞ്ഞ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഒരു സന്യാസിയായിട്ട് ബ്രഹ്മേരിയൊക്കെ പാലിച്ച് അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നില്ല ഹാനോക്ക്. പിന്നെ ഒരു കുടുംബക്കാരനായിരുന്നു, കുടുംബസ്ഥനായിരുന്നു. അവന് മക്കളുണ്ടായിരുന്നു, പെൺമക്കളുണ്ടായിരുന്നു കെട്ടിച്ചു വിടുവാൻ, ആൺമക്കളുണ്ടായിരുന്നു വിവാഹം ചെയ്ത് പെൺമക്കളെ കൊണ്ടുവരുവാൻ, ഭാര്യമാരെ കൊണ്ടുവരുവാൻ. അങ്ങനെ ഒരു ജീവിതമാണ് ജീവിച്ചത്. മണ്ണിൽ അധ്വാനിച്ച് കുടുംബത്തെ പുലർത്തിയ ഒരു മനുഷ്യനാണ്. ചില മനുഷ്യർക്കുള്ള ഒരു ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, ഭക്തനായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു സന്യാസിയായി വെക്കൂ. എൻ്റെ പ്രിയമുള്ളവരെ, അത് വെറും പാടാണ്. സന്യാസിമാർ ഭക്തന്മാരാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, സന്യാസിമാരെല്ലാവരും ഭക്തന്മാരല്ല, തീർച്ചയായിട്ടും അല്ല. ഭക്തനായിട്ട് ജീവിക്കാനായിട്ടുള്ള സന്യാസിയാകേണ്ട ആവശ്യമില്ല. അതിന് വിവാഹമൊക്കെ കഴിച്ച് ഭാര്യയോടുകൂടെ കുടുംബത്തിൽ ജീവിക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും അവരെ വളർത്തുകയും അവരെ വിവാഹം കഴിച്ച് അയക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുടുംബജീവിതവും മക്കളെ ജനിപ്പിക്കുന്നതും ഭാര്യയുമായുള്ള ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഒന്നും പാപം നിറഞ്ഞ ബന്ധമല്ല. ദൈവത്തോടു കൂടെ നടക്കുന്നതിനിടയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ദൈവത്തോടുകൂടെ നടക്കുന്നതിനിടയിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഭാര്യാഭർത്തൃ ബന്ധവും ഗർഭിണിയാകുന്നതും മക്കളെ പ്രസവിക്കുന്നതും മക്കളെ വളർത്തുന്നതും ഒക്കെ ഹാനോക്ക് അങ്ങനെയാണ് ചെയ്തത്. അപ്പം മരണമണി അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും ഒരു ഭക്തൻ എന്ത് ചെയ്തു? വിജയഭേരി മുഴക്കിക്കൊണ്ടാണ് അവനെ ജീവിച്ചത്. അപ്പോൾ പാപത്താൽ ഉണ്ടായ മരണത്തെ വിശ്വാസത്താൽ കീഴ്പ്പെടുത്തിയ ഹാനോക്കിനെ പോലെ നമുക്കും വിജയകരമായി ജീവിക്കുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം മരിച്ചു എന്ന് പറയുന്നൊരു അധ്യായമാണെങ്കിലും ദൈവത്തോടുകൂടെ എടുക്കപ്പെട്ടു എന്ന് പറയുന്നൊരു അധ്യായം കൂടിയാണ് അതൊരു മനോഹരമാണ്. അങ്ങനെ ദൈവത്തോട് എടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. ഏലിയാവ് ദൈവത്തോട് എടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ഹാനോക്ക് ദൈവത്തോട് എടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അതിനുശേഷം അങ്ങനെ ജീവനോടെ സ്വർഗത്തിലേക്ക് പോയവരായിരിക്കുന്ന ആളുകൾ വേറെ ആരുമില്ല, മരണം കൂടാതെ. അപ്പോൾ അത് സാധ്യമാണെന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. പാപത്തിൻ്റെ മരണമണി മുഴങ്ങുന്നതിനിടയിൽ ജീവൻ്റെ കാഹളം മുഴക്കുവാനായിട്ട് ഒരു ഭക്തന് കഴിഞ്ഞു. ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു മനുഷ്യന് കഴിഞ്ഞു. ഞാനതെടുത്ത് പറയട്ടെ, നാം എങ്ങനെ നടക്കുന്നു, ആരോടുകൂടെ നടക്കുന്നു എന്നുള്ളത് നാം ആരാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്.
ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ ദൈവഭക്തർക്ക് മാത്രമേ കഴിയൂ. ദൈവഭക്തരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സന്യാസവ്രതം അനുഷ്ഠിക്കുന്നവരൊന്നുമല്ല. അതിന് വനത്തിലെങ്ങും പോകേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും മഠത്തിൽ പോകേണ്ട ആവശ്യവുമില്ല. അതൊന്നും അവിടെ ആവശ്യമില്ല. കുടുംബത്തിൽ തന്നെ താമസിച്ച് വിവാഹം കഴിച്ച് ദൈവത്തോടു കൂടി ജീവിച്ച് ഭാര്യാഭർത്തൃ ബന്ധം പുലർത്തി കുഞ്ഞുങ്ങളെയും ജനിപ്പിച്ച് കുഞ്ഞുങ്ങളെയും വളർത്തി നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നതാണ്. ഭക്തി എന്ന് പറയുന്ന ഭവനത്തിലാണ് തുടങ്ങേണ്ടത്. അങ്ങനെയാണ് ഭക്തി ഭവനത്തിൽ ആരംഭിക്കുന്നുവെന്നാണ്. പയറ്റി ബിഗിൻസ് അറ്റ് ഹോം. അപ്പോൾ ഭവനത്തിൽ ഭക്തരായിരിക്കാൻ കഴിയാത്തവർക്ക് പുറത്തും ഭക്തരായിരിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന് ഭവനത്തിലാണോ അവൻ ഭക്തനാണോ അല്ലയോ എന്ന് അറിയാനുള്ള ഏറ്റവും വലിയ തെളിവ് അവൻ്റെ ഭവനത്തിലെ ജീവിതം അങ്ങനെയാണ്. ഒരു മനുഷ്യൻ ഭക്തനാണെന്ന് അറിയാൻ വേറെ ആരോടും ചോദിക്കേണ്ട, അവൻ്റെ ഭാര്യയോട് ചോദിക്കുക, പിന്നെ മക്കളോട് ചോദിക്കുക. എടാ കുഞ്ഞെ, നിങ്ങളുടെ അപ്പൻ ഭക്തനാണോ എന്ന് ചോദിച്ചാൽ ചില മക്കൾ പറയാം, അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, എനിക്കത് സംസാരിക്കാനും ഇഷ്ടമല്ല, എൻ്റെ അപ്പനെതിരെ എനിക്ക് സാക്ഷ്യം പറയാനും ഇഷ്ടമല്ല എന്ന് ചിലർ പറയുമായിരിക്കും. അപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള സ്ഥിതി എന്താണെന്ന്. ചില ഭാര്യമാരോട് ചോദിച്ചാലും അവർ പറയും, ഭർത്താവ് ഭക്തനാണെന്ന് ചോദിച്ചാലും പറയും, സത്യം എന്താണെന്ന് പറയാം, എൻ്റെ സഹോദര ഞങ്ങളുടെ ഭക്തന്മാരെന്നുള്ള സാധാരണ മനുഷ്യരാണ് എന്ന് പറയും. സാധാരണ മനുഷ്യർക്കുള്ളതാണ് ഈ ഭക്തി എന്ന് പറയുന്നത്, അസാധാരണ മനുഷ്യർക്കുള്ളതല്ല. സാധാരണ മനുഷ്യർ, ഹാനോക്ക് വെറും സാധാരണ മനുഷ്യനായിരുന്നു. മരണമണി മുഴങ്ങുന്നതിനിടയിൽ വിജയകാഹളം ധരിപ്പിച്ച ദൈവത്തോടുകൂടെ നടന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ നമുക്കും ഇന്ന് ജീവിക്കുവാനായിട്ട് കഴിയും. അജീവനായ ദൈവം ഇന്ന് പകൽക്കാലം ദൈവത്തോട് നടക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം ഭക്തിപ്പെടുമാറാകട്ടെ. നാം കേട്ട തിരുവചന ചിന്ത നമുക്കേവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പുതിയ ചിന്തയുമായി ഓരോ പ്രഭാതത്തിലും നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.